ജപ്പാനിലെ ഗ്രാമങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊരു കുഞ്ഞു ഡ്രൈവ് പോയിട്ട് വന്നാലോ? ജപ്പാനിലെ ഏറ്റവും വലിയ ആക്റ്റീവ് വോൾക്കാനോ അസോ മൗണ്ടൻ ആണ്. നമ്മൾ താമസിക്കുന്നത് നൊബയോക്ക. ഇവിടെ നിന്ന് അസോ മൗണ്ടനിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇന്ന് ആ റൂട്ടിലാണ് പോകുന്നത്. ഇവിടെ വിന്റർ ആയതുകൊണ്ട് തന്നെ സ്നോഫോൾ ഉണ്ടാവണം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് കിത്തോ ആൻഡ് ഇത് ക്യാത്തോ. ജാപ്പനീസിലെ കിത്തോ ക്യാത്തോ എന്നാൽ നമ്മുടെ കിറ്റ്കാറ്റ് ഇല്ലേ, അതാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് എക്സാംസിനൊക്കെ മുന്നേ കിറ്റ്കാറ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ടത്രേ. കിത്തോ കാറ്റ്സു എന്നാൽ യു വിൽ ഡെഫിനറ്റ്ലി വിൻ, നിങ്ങൾ എന്തായാലും വിജയിക്കുമെന്നാണ്. കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലായിരിക്കണം ഇവരുടെ മെയിൻ ഉദ്ദേശം. നമ്മുടെ പാരൻസിന് ഇങ്ങനെ മനോഹരമായ ആചാരങ്ങളെ പറ്റി അറിവുണ്ടായിരുന്നെങ്കിൽ നമുക്കും കുറച്ച് കിറ്റ്കാറ്റുകളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ജപ്പാന്റെ ലാൻഡ് ഏരിയയുടെ 70% മലനിരകളായതുകൊണ്ട് ഒരുപാട് ടണൽസ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2022 കണക്ക് വെച്ച് ഏകദേശം 10,500 ടണൽസ് ഉണ്ടെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. ടൗണിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളാണ് കൂടുതലും. ഈ കാണുന്ന എല്ലാ വീടുകളിലും ആൾതാമസമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ടോക്കിയോ, ഒസാക്ക പോലുള്ള സിറ്റീസിലേക്ക് ജോബൊക്കെ നോക്കി പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല വീടുകളും അബാൻഡൻഡ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. യാത്രയുടെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് സ്പോട്ടുകൾ കാണാറുണ്ട്. മെയിനായിട്ട് റെസ്റ്റോറൻറ്റും റെസ്റ്റ് റൂമും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു ബോണസ് ആയിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി വ്യൂ കൂടി ഉണ്ടായിരുന്നു. നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് അടിപൊളിയായി. ലോക്കൽ സ്നാക്സും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പൊതുവെ ഇങ്ങനത്തെ ഷോപ്സിൽ കാണാറുണ്ട്. ഈ സ്വീറ്റിന്റെ പേരാണ് യൊമോഗി ദാങ്കോ. നമ്മുടെ നാട്ടിലെ കൊഴുക്കട്ട പോലത്തെ ഒരു സ്വീറ്റാണ്. ഇതിന് ഉള്ളിൽ മധുരമാണ്. റെഡ് ബീനിന്റെ പേസ്റ്റ് ആണ് ഉള്ളിൽ സ്റ്റഫിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരാളെ കാണിച്ചുതരാം. ഇത്രയും നേരം പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് വെയിറ്റ് ചെയ്തതിന് നന്ദി എന്നാണ് കേട്ടോ ആള് പറയുന്നത്. വേറൊരാളും കൂടെ ഉണ്ട്, പക്ഷെ അതിനെവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാ. ഇത് നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ നിന്ന് വന്ന കാറാണ്. അത്യാവശ്യം സ്നോഫോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം സ്നോ കാണുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് സ്നോ ആണെങ്കിൽ നമുക്ക് പോകാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാറിന് ചെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കി. ഇത് നമ്മുടെ നാടൻ ചുക്കാപ്പിയാണ്. തണുപ്പ് തുടങ്ങി പിന്നെ എവിടെ പോയാലും കയ്യിൽ ഒരു ചെറിയ ഫ്ലാസ്കിൽ ചുക്കാപ്പി ഉണ്ടാവാറുണ്ട്. ഞാൻ ചാട്ടട്ടെ. കാറിൻ്റെ ഉള്ളിലിരുന്ന് മഞ്ഞൊക്കെ കാണാൻ അടിപൊളിയാണ്. പക്ഷെ പുറത്തിറങ്ങിയ കൈ അങ്ങ് മരവിച്ചു തുടങ്ങുമ്പോൾ അത്ര രസമില്ല കേട്ടോ. നമുക്ക് കണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സ്നോ കാണുകയാണെങ്കിൽ നമ്മൾ വണ്ടി തിരിക്കുന്നു കേട്ടോ. മഴ കയറും തോറും സ്നോയിന്റെ അളവ് കൂടുന്നുണ്ട്. കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടും. പിന്നല്ലാതെ നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് തിരിക്കേണ്ടി വരും. എത്ര ദൂരം പോണ്ടി വരും അറിയില്ല. അവിടെ റോഡ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ തിരിക്കാൻ പറ്റും തോന്നുന്നു. വളവാണ് കേട്ടോ. പക്ഷെ നോക്കാം. ഇനി എത്ര ഉണ്ടായിരുന്നടാ? കുറച്ചുകൂടി ഉണ്ട് എന്തായാലും. മതിയില്ലേ? ഓക്കെ. പക്ഷെ ഇറങ്ങുമ്പോഴും പണിയല്ലേ? ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. മാപ്പ് മാപ്പ് മാറ്റിയിട്ടേ ഇന്നൊക്കെ വന്നിട്ട്
അങ്ങനെ അസോ പ്ലാൻ 3G ആയി. പക്ഷെ നമുക്ക് സങ്കടമില്ല, നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി. ഒരുപാട് മഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഓൺ ദ വേ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പ്ലാൻ ചീറ്റിപ്പോയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും ഒരു ജാപ്പനീസ് ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ജാപ്പനീസ് റീജിയണൽ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യൂനിക്ക് സോബയും ചിക്കൻ നമ്പാനും ആണ് ഓർഡർ ചെയ്തത്. ഇതാണ് കേട്ടോ ആ പറഞ്ഞ ആ സൈഡ്. അവിടെ മാറ്റ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല. ചെരുപ്പൂരാനുള്ള മടി കാരണം ഞങ്ങൾ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇതാണ് ഗ്യൂനിക്ക് സോബ. ബേസിക്കലി ജാപ്പനീസ് സ്റ്റൈൽ ബീഫ് നൂഡിൽസ് ആണ്. ഓരോ സ്ഥലത്തിനും ഓരോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാവുമല്ലോ. ഇത് മിയാസാക്കി ഗ്യൂനിക്ക് സോബയാണ്. മിയാസാക്കി ബീഫ് ജപ്പാനിലെ പ്രീമിയം ബീഫ് വെറൈറ്റിയിൽ വരുന്ന ഒന്നാണ്. സോഫ്റ്റ് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ബീഫാണ് കേട്ടോ. ഇത് ചിക്കൻ നമ്പാൻ. ഇതുവരെ ട്രൈ ചെയ്ത ജാപ്പനീസ് ഫുഡിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നിയ ഒരു ഫ്രൈഡ് ചിക്കൻ ഡിഷാണ്. ചിക്കൻ നമ്പാൻ മാത്രം സെർവ് ചെയ്യുന്ന ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ എപ്പോഴും തിരക്കായിരിക്കും. 2-3 മണിക്കൂർ ക്യൂ നിന്നാലേ അവിടെ ഫുഡ് കിട്ടാറുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും ഫുള്ളായിട്ടോ. ഇപ്പോൾ ഈ കൊണ്ടുവച്ചത് ജാപ്പനീസ് ഗ്രീൻ ടീ ആണ്. സാധാരണ ഒരു കയ്പ് ടേസ്റ്റ് ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇത് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര കയ്പ് ഉണ്ടായില്ല.